നബിവാക്യം. 2 അനുഗ്രഹങ്ങൾ. അതിൽ അധികം ആളുകളും വഞ്ചിതരാണ്. ആരോഗ്യവും ഒഴിവു സമയവുമാണ് അവ. അധികം ആളുകളും അവഗണിച്ച് കളയുന്ന 2 ദൈവിക അനുഗ്രഹങ്ങളാണ് ആരോഗ്യാവസ്ഥയും അതുപോലെ തന്നെ ഒഴിവു വേളകളും. ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ രോഗിയാകണമെന്ന് പറയാറുണ്ട്. ഒഴിവു സമയം അത് എപ്പോഴും ലഭിച്ചോളണമെന്നില്ല. ലഭിച്ചാൽ തന്നെയും കൂടുതൽ കാലം നിലനിൽക്കുകയുമില്ല. ഒഴിവു സമയം ലഭിച്ചാൽ ഇന്ന് ആളുകൾ വില കുറഞ്ഞ വിനോദങ്ങൾക്കും പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കുമാണത് ചിലവഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഫലപ്രദമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു നബിവാക്യത്തിൽ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങൾ നീ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. പ്രായമാവുന്നതിന് മുമ്പുള്ള നിൻ്റെ യുവത്വം, രോഗത്തിന് മുമ്പുള്ള നിൻ്റെ ആരോഗ്യം, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിൻ്റെ സമ്പന്നത, തിരക്കാവുന്നതിന് മുമ്പുള്ള നിൻ്റെ ഒഴിവു സമയം, മരണത്തിന് മുമ്പുള്ള നിൻ്റെ ജീവിതം. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നീ ഒരു ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപൃതനാകുക. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടവയാണ് സമയവും ആരോഗ്യവും. നമുക്ക് ലഭിക്കുന്ന സമയവും നമ്മുടെ ആരോഗ്യവും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക. ഒഴിവു ദിനങ്ങൾ പാപങ്ങൾ ചെയ്യാനുള്ള അവസരമാക്കി മാറ്റരുത്. ദുശ്ശീലങ്ങളും ദുശ്ചിന്തകളും ഒഴിവുവേളകളിൽ എളുപ്പം നമ്മെ വേട്ടയാടും. അവസരങ്ങളും ചീത്ത കൂട്ടുകെട്ടുമാണ് പലപ്പോഴും തിന്മകളിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത്. അത്തരം വഴികൾ അടച്ചിടുവാനും സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും നേരം പോക്കിനു വേണ്ടി പല കളികളിലും ഏർപ്പെടാറുണ്ട്. പക്ഷേ പോയ സെക്കൻഡുകൾ ഒരിക്കലും തിരിച്ചു വരില്ല. സമയം എന്നത് നമ്മുടെ ആയുസ്സാണ്. ചിലർ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ആയുസ്സിലെ ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു, അഥവാ മരണത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നല്ലേ അപ്പോൾ ചിന്തിക്കേണ്ടത്. ഒരു ദൈവവിശ്വാസി ഒരിക്കലും സമയത്തെ കൊല്ലാനോ നേരം കളയാനോ ശ്രമിക്കരുത്. ഓരോ സെക്കൻഡും അമൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവ ഫലപ്രദമാക്കാൻ ശ്രമിക്കണം. അതാണ് ഈ നബിവാക്യത്തിലൂടെ ഉദ്ബോധിപ്പിക്കപ്പെടുന്നത്.